നിന്ന് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. കുട്ടികൾ വേറെ എവിടെ പോകാനാ? എവിടെ നിന്നാണ് അവർ സപ്പോർട്ട് സീക്ക് ചെയ്യേണ്ടത്? ഒന്ന് ആലോചിക്കുക. അപ്പം വീട്ടിലാണ് ഏറ്റവും സപ്പോർട്ട്. എനിക്ക് തോന്നുന്നു നമ്മളില്ല, അതായത് ഞാനാണെന്ന് പറയുന്ന പാരൻസിൻ്റെ കുറച്ചെന്നു നിങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ പാരൻസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ട് ഞാൻ കരയെ പിടിക്കുകയും എനിക്കെന്താ ബാധ കയറിയ പോലെയോ അല്ലെങ്കിൽ വേറെ രീതിയിലോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങനെ പറയണ വിവരവും ബോധവും ഇല്ലാത്ത ഒരു സമൂഹമാണ് ഞങ്ങളുടെ. പക്ഷേ ഇത്തിരിയെങ്കിലും കാര്യബോധമുള്ള പാരൻസാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ നിങ്ങൾ അലോ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾക്കൊക്കെ. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരാരും അങ്ങനെ കയറി നോ എന്നും അങ്ങ് പറയാറില്ല. നോക്കുക എന്ന് വെച്ചാൽ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വീട്ടുകാരിങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റും ഇതും പടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക കുട്ടികൾ, അത്രേ പറയാനുള്ളൂ. അവർ പറക്കാൻ വിടും, പെൺകുട്ടികളെ പറക്കാൻ വിടും. പെൺകുട്ടികൾക്ക് മാം കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? പെൺകുട്ടികൾ എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ ആൺകുട്ടികൾ ഇഷ്ടമില്ല എന്നല്ല, ഇപ്പം എന്ത് പറഞ്ഞാലും ഇനി ചീത്ത ആയിരിക്കും താഴെ വരാൻ പോണത്. പെൺകുട്ടികൾ എന്ന് പറയുമ്പോഴേക്കും അവരെ ഞാൻ ഇതേ പറയാം ശലഭങ്ങളാണ്. മനസ്സിലായില്ല? ശലഭങ്ങളെ പോലെ പറന്ന് നടക്കട്ടെ അവർ. പിന്നെ ഈ പീഡനം അത് ഇത് എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. റെഡ് ഫ്ലാഗ്സ് എന്താണ്, ഗ്രീൻ ഫ്ലാഗ് എന്താണ്, ആൾക്കാർ ഒബ്സർവ് ചെയ്ത് ടച്ചസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി അഭിമുഖീകരിക്കാനുള്ള ഒരു തൻ്റെയിടം. നിങ്ങൾ തൻ്റെയിടി ധിക്കാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൂട്ടി വയ്ക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് വേണമെന്ന് സമൂഹം പറഞ്ഞോട്ടെ, അതൊക്കെ നിങ്ങൾ ആഡഡ് ആക്കും. മനസ്സിലാവുന്നോ? നിങ്ങൾ പറയുന്നത് അഹങ്കാരിയാണ്, അവളാണ്, ചുമ്മാലോ, നേരെ തൊള്ള കണ്ടു, നേരെ തുണിയില്ല, അതില്ല, നേരെ ഉടുക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ ജീവിക്കൂ, പറക്കൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ.